സല്യൂട്ട് സജ്ജനങ്ങളെ. ഞാൻ എറണാകുളം റേഞ്ച് DIG ആയിട്ട് ചുമതലയേറ്റ് അന്ന് രാത്രി സുഖമായിട്ട് പോലീസ് ക്ലബ്ബിൽ കിടന്ന് ഉറങ്ങുമായിരുന്നു. പിറ്റേ ദിവസം രാവിലെ അതിരാവിലെ 1 മണി 1:30 മണി അടുപ്പിച്ച് വാതിലിങ്ങനെ കടകടാന്നിങ്ങനെ മുട്ടുന്ന ശബ്ദം കേട്ട് ഞാൻ തുറന്നു നോക്കിയപ്പോൾ ഒരു പോലീസുകാരൻ പറയുന്നു, മാഡം പെട്ടെന്ന് വയർലെസ്സിൽ IG അദ്ദേഹമുണ്ട്, പെട്ടെന്ന് IG അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാൻ പറഞ്ഞു എന്ന്. നൈറ്റിയൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വയർലെസ് മുറിക്കകത്തല്ല, പുറത്താണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ ഓടി വെളിയിലോട്ട് പോയി വയർലെസ്സിൽ കൂടെ ട്രൈ ചെയ്തപ്പോൾ പറഞ്ഞു, അല്ല മാഡത്തിന് ഫോണിൽ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു അദ്ദേഹത്തെ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ തിരിച്ച് മുറി വന്നിട്ട് മൊബൈൽ ഫോൺ എടുത്ത് വെച്ച് നോക്കിയപ്പോൾ അത് ഒരുപാട് പേരൊന്ന് വിളിച്ചുകൊണ്ട് ചാർജ് നിൽക്കാതെ അത് ഓഫായി പോയതായിരുന്നു. അപ്പോൾ ഞാനത് വേഗം ചാർജിലൊക്കെ കുത്തിയിട്ടിട്ട് അത് ഓൺ ചെയ്ത് IG വിളിച്ചു. അപ്പോൾ IG കുറേ വഴക്കെടുത്ത് ആദ്യം, എന്തിനാണ് ഈ മൊബൈൽ ഫോൺ ഓഫ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? യു ആർ നോട്ട് ഇൻ എൻ അഡ്മിനിസ്ട്രേറ്റീവ് പോസ്റ്റ് എനി മോർ, യു ആർ ഇൻ ലോ ആൻഡ് ഓർഡർ, അതുകൊണ്ട് ഫോൺ എപ്പോഴും 24/7 ഓൺ ആക്കി വെക്കണം എന്നൊക്കെ പറഞ്ഞ് IG വിളിച്ച് വഴക്കായിരുന്നു എൻ്റെ അടുത്ത്. അപ്പോൾ ഞാൻ പറഞ്ഞു, സാർ അത് ഓഫായി പോയി ഞാൻ അറിഞ്ഞില്ല, ചാർജ് പോയതായിരിക്കും. അപ്പോൾ രാത്രി സുഖമായിട്ട് ഉറങ്ങാനാണോ DIG ആയിട്ടൊക്കെ പോകുന്നതെന്നൊക്കെ അദ്ദേഹം ചോദിച്ചു. എനിക്കത് കാര്യം എന്തോ അത് മനസ്സിലാവുന്നില്ല, ഇങ്ങനെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ല. അപ്പോൾ ഞാൻ വെച്ചാൽ എന്താ സാർ കാര്യം എന്ന് ചോദിച്ചാൽ പറഞ്ഞത്, അറിഞ്ഞില്ലേ അവിടെ അമ്പലമുകളിലുള്ള ഒരു ഫാക്ടറിയിൽ തീ പിടിച്ചിട്ട് അവിടെ ഭയങ്കരമായിട്ട് തീയൊക്കെ പടർന്ന് കയറി ഗ്യാസ് ലീക്ക് ഉണ്ടായി. ഭോപ്പാൽ ട്രാജഡി പോലെ അവിടെ ആളുകളൊക്കെ പരിഭ്രാന്തരാണ്. അവിടെ സ്ഥലം മുഴുവനും ഇങ്ങനെ ഗ്യാസ് ഇങ്ങനെ പടർന്ന് കയറി ഒരുപാട് പേര് മരിക്കാൻ പോവാണ്. ആംബുലൻസൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരെയും ആശുപത്രി കൊണ്ടുവന്നു. ശ്രീലേഖ ഒന്നും അറിഞ്ഞില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, അറിഞ്ഞില്ല, സ്പെഷ്യൽ ബ്രാഞ്ച് ഒന്നും എന്നോട് പറഞ്ഞില്ല, ഞാൻ എന്തായാലും അന്വേഷിക്കാൻ ഉടനെ പോവാം അങ്ങോട്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ സമയത്ത് ആരെങ്കിലും അവിടെ കാണുന്നു, ഞാൻ നോക്കാം സാർ പോവാമെന്ന് പറഞ്ഞ് ഞാൻ വെച്ചു ഫോൺ. ഞാൻ ആദ്യം സ്പെഷ്യൽ ബ്രാഞ്ചിൽ വിളിച്ചു. സ്പെഷ്യൽ ബ്രാഞ്ച് വളരെ വലസമട്ടി പറഞ്ഞു, അങ്ങനെ കാര്യമായിട്ടൊന്നും ഇല്ല മാഡം, എന്തോ ഒരു ലീക്ക് അവിടെ ഉണ്ടായി എന്ന് കേൾക്കുന്നുണ്ട്, ഇപ്പോഴെങ്ങാണ്ടാണ് പൊട്ടിത്തെറിച്ച്, ഞങ്ങളവിടെ പൊക്കോണ്ടിരിക്കുന്നേ ഉള്ളൂ, ഞങ്ങൾ പോലും അറിഞ്ഞിട്ടില്ല കാര്യം എന്താണെന്ന്, പോയി നോക്കിയിട്ട് മാഡത്തിനെ വിളിക്കാമെന്ന് പറഞ്ഞു. ഞാൻ HOCLൻ്റെ ഹിന്ദുസ്ഥാൻ ഓർഗാനിക് കെമിക്കൽസ് ലിമിറ്റഡ് എന്ന ഒരു കേന്ദ്ര സർക്കാർ സ്ഥാപനമാണ്. അവിടെ അസറ്റോൺ, ഫിനോൾ എന്ന് പറയുന്ന 2 കെമിക്കൽസ് ഉൽപ്പാദിപ്പിക്കും. വലിയ പോയിസണസ് ആയിട്ടുള്ള സബ്സ്റ്റൻസസ് ഒന്നും അല്ല രണ്ടും. ഇത് രണ്ടും ഈ ഡിസിൻഫെക്റ്റൻറ്റുമാണ്, പെയിൻറ്റിനെയും ഒക്കെ സോൾവെൻ്റായിട്ട് യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ്. 2 കെമിക്കൽസാണ് അത് ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഫാക്ടറിയോ ലാബോ മറ്റോ ഉള്ള സ്ഥലത്ത് അവിടുന്ന് പൊട്ടിത്തെറിയൊക്കെ ഉണ്ടായി. രാത്രിയിൽ ഇതുപോലെ കുറച്ച് ഗ്യാസ് ലീക്കായി, തീ ഒന്നും കത്തിയില്ല എന്നാണ് പിന്നീട് അവർ വിളിച്ച് പറഞ്ഞത്. പക്ഷേ ഞാൻ ഇവിടെയുള്ള HOCLലുള്ള ആൾക്കാരെ വിളിക്കുമ്പോഴൊന്നും എനിക്ക് കിട്ടുന്നില്ല. അവസാനം അവിടുത്തെ ഉള്ളൊരു സീനിയർ ഒരു ഓഫീസറെ കിട്ടിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇവിടൊന്നും ആരുമില്ല മാഡം, ഇപ്പോൾ ഇങ്ങോട്ട് വരേണ്ട, നാളെ രാവിലെ വന്നാൽ മതി. എന്താ ഇങ്ങനെ ഇത്രയും വലിയ വാർത്തയായിട്ട് IG അടുത്ത് എത്തിയത് എന്നുള്ളത് ഞങ്ങൾക്കും അറിയില്ല, ഞങ്ങളാരും ഇവിടെ നിന്നൊന്നും പരാതിയൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ ഒരു 6 മണി ആവുന്നതിന് മുമ്പ് തന്നെ ഞാൻ യൂണിഫോമൊക്കെ എടുത്ത് വെച്ച് ഇട്ട് അങ്ങോട്ടേക്ക് പോയി. അമ്പലമുകൾ എന്ന് പറയുന്നത് എറണാകുളം കഴിഞ്ഞിട്ട് ഒരു കുറച്ചും കൂടെ കരിങ്ങാച്ചിറ കഴിഞ്ഞിട്ട് കുറച്ച് അകത്തോട്ട് പോകുമ്പോൾ പടമുകൾ, അമ്പലമുകൾ എന്നൊക്കെ പറഞ്ഞ് 2-3 സ്ഥലങ്ങളുണ്ട്. അവിടെയാണ്, കുറച്ച് നല്ല ഏരിയ ഉണ്ട് അവിടെ. അപ്പോൾ അവിടെ ഞാൻ ചെന്നപ്പോൾ ഒരു വായുവിലൊക്കെ ഇങ്ങനെ ഒരു തിങ്ങി നിൽക്കുന്ന ഒരു പുക പോലെ എന്തോ ഉണ്ടെന്നുള്ളതല്ലാതെ ഇറിറ്റൻ്റായിട്ടൊന്നും തോന്നിയില്ല. അപ്പോൾ പിന്നെ ഞാൻ എന്തായാലും അവിടെ ചെന്ന് ആ സ്ഥലമൊക്കെ പരിശോധിച്ചു. വലിയ നാശനഷ്ടമൊന്നും വന്നിട്ടില്ല. കുറച്ച് ഗ്ലാസ്സുകൾ അങ്ങാണ്ട് അവിടെ ഇവിടെയും പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞത് പൊട്ടിച്ചതാണ്, ഗ്യാസ് ലീക്ക് പുറത്തോട്ട് പോകാൻ വേണ്ടിയിട്ട് തുറക്കാൻ പറ്റാത്തതുകൊണ്ട് അവർ എന്തോ വെച്ചിട്ട് പൊട്ടിച്ചെടുത്തതാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഫയർ ആൻഡ് റെസ്ക്യൂ ആരും വന്നില്ല? അതല്ല, ഇവിടെ അങ്ങനെ ഒരു യൂണിറ്റ് ഒന്നും ഇല്ല, ഞങ്ങളുടെ അടുത്ത് ഫയർ ആൻഡ് റെസ്ക്യൂ അടുത്തൊന്നും ഇല്ല, ആരും വിളിച്ച് പറഞ്ഞൊന്നുമില്ല, അത്ര സീരിയസ് ഒന്നും അല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെയുള്ള ആൾക്കാരോടൊക്കെ ചോദിച്ചു. പിന്നെ ഞാൻ IG വിളിച്ച് കാര്യം പറഞ്ഞു. IG അടുത്ത് സാറിനോട് ആരാ ഈ വിവരം പറഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ അവിടെയുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ് എന്നെ രാത്രി വിളിച്ച് പറഞ്ഞത്, ഇവിടെ ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി പോലൊരു സാധനം നടന്നു എന്ന് പറഞ്ഞത് കേട്ടപ്പോൾ ഞാൻ പേടിച്ചു പോയി. കാരണം ഭോപ്പാൽ ട്രാജഡി എന്ന് പറഞ്ഞതിനകത്ത് 20,000 ആൾക്കാർ മരിച്ചതാണ്. യൂണിയൻ കാർബൈഡ് എന്ന് പറയുന്ന കമ്പനിയിൽ നിന്ന് മീഥൈൽ ഐസോസയനൈറ്റ് എന്ന് പറയുന്ന ഒരു സാധനമാണ് അവരവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ മീഥൈൽ ഐസോസയനൈറ്റ് പെസ്റ്റിസൈഡ്സ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന, കീടനാശിനികൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഒരു ബൈ പ്രോഡക്റ്റാണ്. ഇതിൻ്റെ ഗ്യാസ് ലീക്ക് ചെയ്ത് അത് ശ്വസിച്ചാൽ വളരെ മാരകമായിട്ടുള്ള അവസ്ഥയാണ്. അത് അന്നത്തെ സമയത്ത് 1984 ഒരു ബ്രിട്ടീഷ് കമ്പനിയായിരുന്നു യൂണിയൻ കാർബൈഡ്. അത് നടത്തിയിരുന്ന ആളുടെ ഒരു അനാസ്ഥ കാരണം എന്ന് പറഞ്ഞാൽ അയാളെയാണ് ഇതിനകത്ത് പ്രതിസ്ഥാനത്ത് ചേർത്തത്. പ്രോപ്പറായിട്ടുള്ള സെക്യൂരിറ്റി എൻവയോൺമെൻ്റ് ഒന്നും ഉണ്ടാക്കിയിരുന്നില്ല എന്ന് വേണ്ടി 20,000 പേര്, കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ മരിച്ചതാണ് ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി എന്ന് നമ്മൾ അറിയപ്പെടുന്ന കാര്യമാണ്.
അതുപോലെയുള്ള ഒരു ഭീകര സംഭവമാണ് HOCL-ലും നടന്നത് എന്നുള്ള രീതിയിലായിരുന്നു IG പറഞ്ഞ് പേടിപ്പിച്ചത്. അപ്പോൾ IG അത് കേട്ടപ്പോൾ പേടിച്ചു പോയി. അദ്ദേഹത്തിന് അറിയില്ലല്ലോ എന്തോ ആണെന്ന്. കൊച്ചിയിലുള്ള HOCL കമ്പനി ഉൽപ്പാദിപ്പിക്കുന്ന ഈ 2 കെമിക്കൽസേ ഉള്ളൂ. ഈ 2 കെമിക്കൽസും പുറത്ത് ലീക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആകെ ആളുകൾക്ക് തോന്നുന്ന ഒരു തലവേദന പോലെ തോന്നാൻ, ചിലപ്പോൾ ഒരു ഛർദിൽ പോലെ വളരെ കൂടുതൽ അങ്ങ് ഗ്യാസ് ഇൻഹെയിൽ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ വരാം. പക്ഷേ ആ സമയത്ത് അവിടെ ഭാഗ്യം കൊണ്ട് ആരും ഇല്ലായിരുന്നു. എല്ലാവരും വീട്ടിനകത്ത് കിടന്ന് ഉറങ്ങുമായിരുന്നു. ആ വായുവിൽ ഇങ്ങനെ തങ്ങി നിൽക്കുന്ന കാര്യം കുറച്ച് കഴിയുമ്പം അതങ്ങ് അലിഞ്ഞങ്ങ് ചേരും. അപ്പോൾ അതുകൊണ്ട് അവിടെ കാര്യമായിട്ട് ഒരാളെ പോലും ആശുപത്രിയിലാക്കേണ്ടി വരികയോ അങ്ങനെയൊന്നും ചെയ്തില്ല. IG പറഞ്ഞതുപോലെ ആംബുലൻസുകൾ അവിടെ വന്ന് നിൽക്കുകയോ അങ്ങനെ ആളുകളെ ആശുപത്രി കൊണ്ടുപോകും അങ്ങനെയൊന്നും ഉണ്ടായില്ല. അപ്പോൾ ഇങ്ങനെ ഒരു പൊട്ടിത്തെറി ഉണ്ടായി. രാത്രിയിൽ കുറേ ആൾക്കാർ അവിടെ ചെന്നു. അവിടുത്തെ സെക്യൂരിറ്റിയും എല്ലാവരും കൂടെ ചേർന്നത് അവിടുന്ന് ക്ലിയർ ചെയ്യുകയും ഇത് ചെയ്തപ്പോൾ അവിടെയുള്ളൊരു ലോക്കൽ രാഷ്ട്രീയ നേതാവിനടുത്ത് താമസിക്കുന്ന ആൾ അദ്ദേഹം ഇത് അറിയുകയും ഉടനെ അദ്ദേഹം IG വിളിച്ച് പറഞ്ഞ് അതൊരു വലിയ വാർത്തയാക്കുകയും ചെയ്യും, ഒരു പേടിപ്പിക്കുകയും ചെയ്യുകയായിരുന്നു. പത്രങ്ങളിലൊന്നും കാര്യമായിട്ട് വാർത്തയായിട്ടത് പിന്നീട് വന്നില്ല. അപ്പോൾ ഇത് ആദ്യത്തെ ദിവസം ഇങ്ങനെ ഒരു അത്യാഹിതം പോലെ ഒരു സംഭവം ഉണ്ടായപ്പോൾ ഞാൻ നല്ലപോലെ പേടിച്ചിരുന്നു. ഞാൻ വന്ന് ചാർജ് എടുത്തപ്പോൾ തന്നെ ഇതുപോലെ ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി പോലെയുള്ള ഒരുപാട് പ്രശ്നം വരുമോ എന്നൊക്കെയുള്ളൊരു പേടി അസ്ഥാനത്തായിരുന്നു എന്ന് പിന്നീട് മനസ്സിലായി. പക്ഷേ 1-2 മാസത്തിനകം വളരെ കഷ്ടം തോന്നുന്ന വേറൊരു സംഭവം ഉണ്ടായി. അതൊരു ഉരുൾപൊട്ടലായിരുന്നു. നല്ല മഴയത്തുള്ള സമയത്തായിരുന്നു. അത് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസം അടുപ്പിച്ചായിരുന്നു. നല്ല ഭയങ്കരമായിട്ടുള്ള മഴ ഇപ്പോഴത്തെ പോലെ ആ സമയവും ഉണ്ടായിരുന്നു. അങ്ങനെ ഇടുക്കിയിൽ മൂന്നാറിൻ്റെ അടുത്തുള്ള, മൂന്നാർ വരെ പോകേണ്ട അതിന് മുമ്പിലായിട്ട് ഒരു മലമ്പ്രദേശത്ത് കാട്ടിനോട് ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലത്ത് കുറേ കൊച്ചു കൊച്ചു വീടുകളുണ്ടായിരുന്നു. അതിനകത്ത് 2-3 വീടുകളുടെ പുറത്തോട്ട് വലിയ ഒരു പാറക്കഷ്ണം വന്ന് വീണ് കുറേ കല്ലും മണലും ഒക്കെ വന്ന് വീണ് ഒരു ലാൻഡ്സ്ലൈഡ് പോലെ വന്ന് വീണിട്ട് വീടുകൾ മുഴുവൻ നശിച്ചു പോവുകയും, പക്ഷേ അതിൻ്റെ ആ ശബ്ദം കാരണം രാത്രിയിലായിരുന്നെങ്കിൽ പോലും ആളുകളെല്ലാവരും ഇറങ്ങി പുറത്ത് പോവുകയും, പക്ഷേ 3 പേര് മരിക്കുകയും ചെയ്തു. ഒരു സ്ത്രീയും 2 പുരുഷന്മാരും, കുട്ടികളാരും മരിച്ചിട്ടില്ലായിരുന്നു. അത് രാവിലെ ആയിരുന്നു സംഭവം നടന്നത്. പക്ഷേ എന്നാലും ശബ്ദം കാരണം അവർ എണീക്കുകയും പുറത്ത് വരികയൊക്കെ ചെയ്തെങ്കിൽ പോലും 3 പേരുടെ ജീവൻ അപായത്തിലായി. അവിടെ ഉടനെ തന്നെ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഫയർഫോഴ്സിൽ നിന്നും ആളുകളൊക്കെ ചെന്ന് രക്ഷാപ്രവർത്തനം നടത്തി. ഇതറിഞ്ഞ ഉടനെ തന്നെ പിറ്റേ ദിവസം അത് രാവിലെ 3 മണി 3:30 അടുപ്പിച്ച് ഞാൻ അങ്ങോട്ടേക്ക് ഇടുക്കിയിലോട്ട് സ്റ്റാർട്ട് ചെയ്തു. മൂന്നാറിൻ്റെ അടുത്തുള്ള സ്ഥലത്ത് ഞാൻ എത്തി. രാവിലെ ഏകദേശം ഒരു 4-5 മണിയൊക്കെ അടുപ്പിച്ച് ഞാൻ അവിടെ എത്തി. നേരം വെളുക്കുന്നതിന് മുമ്പ് തന്നെ എത്തി. ഞാനിവിടെ കാത്തു നിന്നു ബാക്കി ആൾക്കാരൊക്കെ വരാൻ വേണ്ടിയിട്ട്. കുറച്ച് കഷ്ടമായിരുന്നു കാണുന്നത്. കാരണം ഈ 3-4 വീടുകൾ അവിടെ പ്രവർത്തിച്ചിരുന്നതും കെട്ടിയിരുന്നതും അനധികൃതമായിട്ടായിരുന്നു. കുടിയേറ്റക്കാരായിരുന്നു, അനധികൃതമായിട്ട് കെട്ടിയ വീടായിരുന്നു. അവിടെ വളരെ അപകടം പിടിച്ച ഒരു സ്ഥലത്ത്, ഒരു വളരെ ഒരു മലയുടെ താഴെയുള്ള ഒരു സ്ഥലത്ത്, ഒരു വലിയ പാറ പോലെ നിൽക്കുന്ന വലിയ മലയുടെ ഒരു താഴെയാണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് നല്ലതായിട്ട് ഒരു മഴയൊക്കെ വന്നു കഴിഞ്ഞാൽ അപകടം സംഭവിക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് തന്നെ ആയിരുന്നു എന്നൊക്കെയുള്ള ഒരു റിപ്പോർട്ട് പിന്നീട് റവന്യൂ അധികൃതർ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. 3 പേരുടെയും ശവശരീരം അപ്പം തന്നെ കിട്ടുകയും അതിനെക്കുറിച്ച് റിപ്പോർട്ട് എഴുതി കൊടുക്കുകയൊക്കെ ചെയ്തു. ഇതുപോലെയുള്ള വീട് വയ്ക്കുന്നതും ഒക്കെ തടയണമെന്നും ഇങ്ങനെയുള്ള ഒരു അനധികൃത കയ്യേറ്റം നമ്മൾ അനുവദിക്കാൻ പാടില്ല, ഇതുപോലെ താമസിക്കുന്നവരുണ്ടെങ്കിൽ അവരെ മാറ്റി പാർപ്പിക്കണം എന്നൊക്കെ പറഞ്ഞ് റിപ്പോർട്ട് എഴുതി കൊടുത്തത് ഓർമ്മയുണ്ട്. പക്ഷേ അതിനുശേഷം പല പ്രാവശ്യമായിട്ട് ഇങ്ങനെ ഉരുൾപൊട്ടലും അതുപോലെ ലാൻഡ് സ്ലൈഡും ഒക്കെ ഉണ്ടായിട്ട് മനുഷ്യരുടെ പുറത്തൂടെയും വീടുകളുടെ പുറത്തൂടെയും ഒക്കെ വീണ് പരിസ്ഥിതി ലോല പ്രദേശങ്ങളായിട്ടുള്ള സ്ഥലങ്ങളിൽ ഇതുപോലെയുള്ള അപകടം നടക്കുന്നത് കണ്ടിട്ടുണ്ട്. നല്ല ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ അതൊരു പ്രകൃതി ദുരന്തമായിട്ട് മാറുന്ന ഒരു അവസ്ഥയും ഇപ്പോൾ ഈയിടെയായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ പ്രകൃതി നൽകുന്ന ദുരന്തം? എന്താണ് പ്രകൃതി നമുക്ക് മനുഷ്യരിലൊക്കെ ദുരന്തമായിട്ട് സംഭവിക്കുന്നത്? എന്താണ് മൃഗങ്ങളെ കൊണ്ട് മനുഷ്യർക്ക് എന്താണ് ദുരന്തം? ഫാക്ടറികളിൽ നിന്ന് വരുന്ന ദുരന്തം എന്താണ്? മനുഷ്യജീവന് അപകടം സംഭവിക്കാവുന്ന ഇതുപോലെയുള്ള ദുരന്തങ്ങൾ ശരിക്കും അത് ആരാണ് അതിന് ഉത്തരവാദി എന്ന് പലപ്പോഴും ഞാൻ ആലോചിക്കാറുണ്ട്. യൂണിയൻ കാർബൈഡ് എന്ന് പറയുന്ന കമ്പനിയിൽ പ്രകൃതിക്കൊന്നും ഒരു സ്ഥാനവും ഇല്ലായിരുന്നു. മനുഷ്യർ തന്നെ ഉണ്ടാക്കിയെടുത്ത ഒരു കമ്പനിയായിരുന്നു. മനുഷ്യർക്ക് തന്നെ ആവശ്യമായിട്ടുള്ള പെസ്റ്റിസൈഡ്സും ഒക്കെ ഉണ്ടാക്കാനായിട്ടുള്ള ഒരു കമ്പനിയായിരുന്നു. അതിൽ നിന്ന് പൊട്ടിത്തെറിച്ചിട്ട് ഒരു ദ്രാവകം വെളിയിൽ വന്നിട്ട് ഗ്യാസ് വന്നിട്ടാണ് ഇത്രയും പേര് മരിച്ചു പോയത്. അതുപോലെ HOCL എന്ന് പറയുന്ന കമ്പനിയും ഇതുപോലെ മനുഷ്യരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് മനുഷ്യർ തന്നെ കെട്ടിപ്പൊക്കിയ ഒരു കമ്പനിയാണ്. അവിടെ നിന്ന് മനുഷ്യരുടെ തന്നെ കെയർലെസ്നെസ് കൊണ്ട് അവിടെ ഫയർഫോഴ്സ് ഇല്ല, ഒരു ഫയർ ഹൈഡ്രൻസ് ഇല്ല, തീ കത്തിയാൽ അണയ്ക്കാനോ അല്ലെങ്കിൽ പുക വന്നു കഴിഞ്ഞാൽ വാർണിംഗ് കൊടുക്കാനോ ഉള്ള സംവിധാനമില്ല. ഒരു സെക്യൂരിറ്റി സിസ്റ്റം പോലും സുരക്ഷിതത്വമായിട്ട് ഒരു കമ്പനി, ഒരു ഫാക്ടറി, ഒരു ലാബ് എങ്ങനെ നടത്തണം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു പഠനം നടത്തി അതൊന്നും ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലാത്ത ഒരു സ്ഥലത്താണ് ഇതുപോലെ രാത്രി സമയത്ത് ലാബ് പൊട്ടിത്തെറിച്ച് അവിടുന്ന് വാതക ചോർച്ച ഉണ്ടായത്.
വാതകച്ചോർച്ച ഉണ്ടായി എന്നുള്ളതും അവിടെ അന്തരീക്ഷത്തിൽ അലിഞ്ഞു പോയി എന്നുള്ളതും ശരിയാണ്. പക്ഷേ അതിനകത്ത് ശരിക്കും മനുഷ്യരെ ഒരു അപകടവും കൂടാതെ രക്ഷിച്ചത് പ്രകൃതിയാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം പ്രകൃതിയിലെ വായു അല്ലെങ്കിൽ വെള്ളം മഴ പെയ്തു കഴിഞ്ഞാൽ ഒക്കെ ഇതങ്ങ് അലിഞ്ഞില്ലാതായി പോകുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് മനുഷ്യർക്ക് അധികം ബുദ്ധിമുട്ടില്ലാതെ പ്രകൃതി ആ സമയത്ത് അവരെ കാക്കുകയായിരുന്നു ചെയ്തത്. ഇടുക്കിയിലും അതുപോലെ പരിസ്ഥിതി ലോല പ്രദേശം ആയിട്ടുള്ള സ്ഥലങ്ങളിലുമൊക്കെ ഇതുപോലെ ഉരുൾപൊട്ടലും വലിയ മഴയത്ത് ഇങ്ങനെ പാറ ഇടിഞ്ഞു വീഴുന്നതും മല ഇടിഞ്ഞു വീഴുന്നതും ഒക്കെ ചെയ്യുന്നത് അത് പ്രകൃതി മനുഷ്യരെ കൊല്ലാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്യുന്നൊന്നും അല്ലല്ലോ. ഒരു തുറസായിട്ട് കിടക്കുന്ന സ്ഥലത്ത് പോയി വീട് വെക്കുന്നതിന് പകരം കാടുകൾ കയ്യേറി അതിനകത്ത് പോയി ഇതുപോലെയുള്ള ലോല പ്രദേശങ്ങൾ കണ്ടുപിടിച്ച് അതിൻ്റെ വശത്ത് അനധികൃത കുടിയേറ്റവും കയ്യേറ്റവുമായിട്ട് പോയി വീട് വെച്ച് കുടുംബസഹിതം താമസിച്ച് ഒരു പ്രകൃതിയെ ഒരു ചൂഷണം ചെയ്യുന്ന ഒരു ലെവലിലേക്ക് വരുമ്പോൾ ഒരു കുറേയൊക്കെ അവിടെ ഇടിക്കുകയും പൊടിക്കുകയും മാന്തുകയും ഒക്കെ ചെയ്യുമല്ലോ. ഒരു വീടൊക്കെ വയ്ക്കുമ്പോൾ മഴയൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും അവിടെ ഒരു സുസ്ഥിരത ഇല്ലാത്ത ഒരു അന്തരീക്ഷമായിരിക്കും. അപ്പോൾ എവിടുന്നെങ്കിലുമൊക്കെ ഒലിച്ചു വരികയും അത് ഇടിഞ്ഞു വീഴുകയൊക്കെ ചെയ്യും. അപ്പോൾ അതും ഒരു വിധത്തിൽ നോക്കിക്കഴിഞ്ഞാൽ മനുഷ്യർ തന്നെ മനുഷ്യരുടെ നേരെ ചെയ്യുന്ന ഒരു അതിക്രമമായിട്ടാണ് തോന്നുന്നത്. അല്ലാതെ നമ്മളിപ്പോൾ പ്രകൃതിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. പക്ഷേ എന്നാലും നമ്മൾ ഓരോ പ്രാവശ്യവും ഇതുപോലെ എന്തെങ്കിലും സംഭവിക്കുമ്പം പ്രകൃതിയെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പ്രവണത കാണുന്നത് കഷ്ടമാണ്. നമ്മൾ തന്നെ കുറച്ച് സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ദുരന്തങ്ങൾ ഒഴിവാക്കി മനുഷ്യ ജീവൻ രക്ഷപ്പെടുത്തിയെടുക്കാൻ സാധിക്കും എന്നതിൻ്റെ ഒരു ഉദാഹരണമായിട്ടാണ് ഈ 2 അനുഭവ കഥകളും ഞാൻ നിങ്ങളോട് പങ്കുവച്ചത്. സസ്നേഹം, ശ്രീലേഖ.